ഹായ്, എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ മറക്കാതെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അതാത് സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരാൻ അത് സഹായിക്കും. നമ്മളെല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഒട്ടനവധി ഫോട്ടോകൾ എടുക്കാറുണ്ട്, അതുപോലെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ അറിയാതെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് തിരിച്ചെടുക്കാനുള്ള വഴികളാണ് പിന്നെ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എത്ര സമയം മുന്നേ നഷ്ടപ്പെട്ട ഫോട്ടോകളായിക്കോട്ടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ആപ്ലിക്കേഷനെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക ബേസിക് സ്കാൻ എന്നാണ്. അതിന് താഴെയായിട്ട് സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യും. ഫുൾ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ റൂട്ട് ചെയ്തിരിക്കണം. ഇനി അതിന് താഴെയായിട്ട് നമ്മുടെ മൊബൈൽ ഫോണുള്ള ഫ്രീ സ്പേസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സ്കാനിങ് ഇവിടെ നടക്കുന്നത് കാണാൻ കഴിയും. ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്കാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് കുറച്ച് സമയമെടുക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നഷ്ടമായ ഇമേജുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ സ്കാനിങ് ഇപ്പോഴും മുഴുവനായിട്ടില്ല, സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ട ഇമേജുകൾ നമുക്കിവിടെ ഇതുപോലെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതിനുശേഷം താഴെ കാണുന്ന റിക്കവർ എന്ന് പറയുന്നൊരു ഭാഗത്ത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഉടൻ തന്നെ നിങ്ങളോട് ചോദിക്കും ഇത് എങ്ങോട്ടാണ് റിക്കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷനാണ് കാണാൻ കഴിയുക. ആദ്യമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്ലൗഡ് സ്റ്റോറേജിലോട്ട്, ഉദാഹരണത്തിന് ഇമെയിൽ ID, ഡ്രോപ്പ് ബോക്സ്, ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള ക്ലൗഡ് സ്റ്റോറേജിലോട്ട് അപ്ലോഡ് ചെയ്യാൻ ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് സ്വന്തമായിട്ടൊരു FTP സെർവർ അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അതിലോട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ശേഷം നമ്മുടെ ഫോണിലുള്ള ഫോൾഡറുകൾ ഇതുപോലെ കാണാൻ കഴിയും. എവിടേക്കാണോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്തു. സെലക്ട് സ്റ്റോറേജ് കൊടുക്കാം. ശേഷം ഓക്കെ കൊടുക്കാം. നമ്മുടെ റിക്കവർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നത് കാണാൻ കഴിയും. ഇനി നമുക്ക് ആ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിക്കവർ ചെയ്ത ആ ഒരു ഫയൽ ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ 2 ഇമേജ് ആയിരുന്നു റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 ഇമേജും ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പങ്കുവെച്ച ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, കീറൂസ്.